എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഞാനൊരു പറ്റിക്കലിന്റെ കഥ പറഞ്ഞല്ലോ. നമ്മൾ ഡയബറ്റിക്സ് എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് പറ്റിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒന്ന്, ഞാൻ പറഞ്ഞതുപോലെ നമ്മളുടെ വൾണറബിലിറ്റി, നമ്മൾക്ക് ഇത് മാറിക്കിട്ടണമെന്നും ബാക്കിയുള്ളവരെ പോലെ ഇഷ്ടം പോലെ ഐസ്ക്രീമും സദ്യയൊക്കെ ഉണ്ണണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. രണ്ടാമത്, ഡയബറ്റിസ് റിവേഴ്സൽ എന്ന് പറയുന്ന പ്രോസസ്സ്, അതായത് നമ്മളിപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറകോട്ട് പോയി മരുന്നും നമ്മളുടെ ബ്ലഡ് ഷുഗർ നമ്പേഴ്സും ചിലപ്പോൾ കൊളസ്ട്രോളും എല്ലാം കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. അത് സാധിക്കുന്നത്, അതിനുള്ള പവർ ഡോക്ടറുടെ കയ്യിലല്ല, ഈ പറയുന്ന ചികിത്സകരുടെ കയ്യിലുമല്ല, അത് നമ്മളുടെ കയ്യിൽ ആണ് എന്നുള്ളത് കൊണ്ടാണ്. അത് ഉപയോഗിക്കാൻ നമ്മളെ പല പല വിധത്തിൽ ഈ നമ്മൾക്ക് പലത് സെല്ല് ചെയ്യുന്നവർ പഠിപ്പിക്കുന്നു. അത് ചിലർ ഒരു ഭാഗം പഠിപ്പിക്കുന്നു, ചിലർ വേറൊരു വിഭാഗം പഠിപ്പിക്കുന്നു, ചിലരെല്ലാം കൂടെ ഹോളിസ്റ്റിക് ആയിട്ട് പഠിപ്പിക്കുന്നു. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മളുടെ ബ്ലഡ് ഷുഗറിലും മാറ്റം വരും. അപ്പോൾ നമ്മുടെ പോർഷൻ, ഈ ഡോക്ടറുടെ ചികിത്സയും നമ്മളുടെ കമ്മിറ്റ്മെന്റും കൂടെ ചേർന്നാൽ മാത്രമേ നമുക്ക് ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളുടെ കമ്മിറ്റ്മെന്റ് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഡയബറ്റിസ് റിവേഴ്സൽ ഉണ്ടാകുന്നത്. ഈ നമ്മുടെ കമ്മിറ്റ്മെന്റ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മളുടെ കമ്മിറ്റ്മെന്റ്? നമ്മുടെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മൾ ഇത്രയും കാലം നമ്മൾ ഫോളോ ചെയ്ത ലൈഫ് സ്റ്റൈൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ഡയബറ്റിസ് വന്നത്. അപ്പൊ നമുക്ക് ജനറ്റിക്കൽ ഇൻക്ലിനേഷൻ കാണും. പിന്നെ പ്രായം ചെല്ലുന്തോറും നമ്മളുടെ മസിൽസ് ഒക്കെ കുറഞ്ഞു വരികയും നമ്മളുടെ ഫാറ്റ് കൂടി വരികയും ഒക്കെ ചെയ്യും നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട്. ഇതൊക്കെ നമ്മൾ മാറ്റി നിർത്തുമ്പോഴാണ് നമുക്ക് ഡയബറ്റിസ് വരാതെ ഇരിക്കുന്നത്. ജനറ്റിക്സ് എന്ന് പറയുമ്പോൾ ഈ ജീൻസ് നമ്മൾക്കുണ്ടെങ്കിലും ആ ജീൻ പ്രാവർത്തികമാകണമെങ്കിൽ നമ്മളുടെ ഈ കണ്ടീഷൻസ് ഒക്കെ നടക്കണം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളുടെ തെറ്റായി നമ്മൾ ചെയ്യുന്നത്? ഒന്ന്, നമ്മളുടെ ഡയറ്റാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരം, നമ്മൾ ചിലപ്പോൾ ഞാൻ എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, ജോലി തിരക്കിനിടയ്ക്ക് നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഭക്ഷണം അല്ലെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ധാരാളം റേഷ്യോ ഓഫ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും പിന്നെ പ്രോട്ടീനും കാർബ്സും, അതും ഹെൽത്തി കാർബ്സും ഒക്കെ കമ്പൈൻ ചെയ്ത ഒരു ഡയറ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റാത്തപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു ചപ്പാത്തിയും വേറെ എന്തെങ്കിലും കൂടെയൊക്കെ വെച്ച് നമ്മൾ ഭക്ഷണം ശരിയാക്കും. അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യും എളുപ്പത്തിന്, ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഡയബറ്റിസ് വന്ന് പിടിപെടുന്നത്. അപ്പൊ ഇങ്ങനെ ഡയബറ്റിസ് വരുമ്പോൾ നമ്മൾ ഡയറ്റിന്റെ ആസ്പെക്ട് ഒന്നാണ്. രണ്ടാമത്തെ ആസ്പെക്റ്റ് ആണ് ഫിസിക്കൽ ഇനാക്ടിവിറ്റി, അതായത് നമ്മൾ എക്സസൈസ് ഒന്നും ഇല്ലാതെ ഇരിക്കുക. ഞാൻ എൻ്റെ കാര്യം ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബാങ്കിൽ പോയാൽ 9:30 ചെന്ന് കസേരയിൽ ഇരുന്നാൽ 1 മണിക്ക് അതോ 2 മണിക്ക് ബോക്സ് തുറന്ന് ഉണ്ണും, പോയി കൈ കഴുകും, തിരിച്ചു വന്ന് അവിടെ ഇരിക്കും, പിന്നെയും ജോലിയിൽ ഫുൾ ഇന്റൻസിറ്റിയോടെ വ്യാപൃതയാകും. ഇടയ്ക്ക് വെച്ചിട്ട് ജനറൽ മാനേജറോ വല്ലതും വിളിക്കുകയാണെങ്കിൽ ലിഫ്റ്റിൽ കയറി 4ാമത്തെ നിലയിലോ 5ാമത്തെ നിലയിലോ പോകും, തിരിച്ചു വരും. ഇത് 7 മണി വരെയോ 7:30 വരെയോ ഒക്കെ തുടരും. അത് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ടു ടയർഡാണ്. ഓൺ ദ വേ ബേക്കറിയിൽ നിന്ന് നല്ല കറാച്ചി ബിസ്ക്കറ്റ്, പിന്നെ ചില ഫ്രഷ് ബ്രെഡ്, വൈറ്റ് ബ്രെഡ്, ഇതൊക്കെ തിന്നും. ഇതൊക്കെ ഭയങ്കര രുചിയുമാണ്. വിശപ്പ് കൊണ്ട് അതൊക്കെ തിന്നുമ്പോൾ നല്ല രസവുമാണ്. അതൊക്കെ തിന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ചപ്പാത്തി ഉണ്ടാക്കി 9:30 ആകുമ്പോൾ ഈ തിന്നതിനെ കണക്കിടാതെ 2 ചപ്പാത്തിയും അതിൻ്റെ കൂടെയുള്ള ചിലപ്പോൾ മിക്കവാറും ഒരു ചിക്കൻ കറിയോ വല്ലതും കൂട്ടി അതും കഴിക്കും. വെജിറ്റബിൾസ് ഒക്കെ ഓൾമോസ്റ്റ് ഇനിയില്ല. നമ്മൾ പാക്ക് ചെയ്യുന്ന ലഞ്ചിൽ ഇച്ചിരി ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയോ വല്ലതും വെച്ചാൽ അതായി. അപ്പൊ അങ്ങനെ ഒരു ഇൻസഫിഷ്യൻറ്റ് ലഞ്ചും ഇൻസഫിഷ്യൻറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റിയും എൻ്റെ ഡയബറ്റിസിന്റെ ഭാഗമാണ്. അപ്പൊ ഇത് ഞാൻ നന്നാക്കുമ്പോൾ എൻ്റെ ഡയബറ്റിസിന്റെ തോത് കുറയും. മൂന്നാമത്തേത് ഒബീസിറ്റിയാണ്. ഞാൻ ഈ പീരീഡിൽ വണ്ണം വെച്ചു. എനിക്ക് 60 കിലോയുടെ അടുത്ത് വന്നു. 58-59 കിലോയിൽ നിർത്തി നിലയിലെത്തി. എൻ്റെ വയറൊക്കെ ഇച്ചിരി വയറ് ചാടി ഇങ്ങനെ നല്ല ഒരു ഗുണ്ടുമണിയായിട്ടാണ് ഞാൻ ഇരുന്നിരുന്നത്. അതിൻ്റെ ഒരു ഫോട്ടോ എവിടെയോ ഉണ്ട്, ഞാൻ കിട്ടുമ്പോൾ അത് പോസ്റ്റ് ചെയ്യാം. അത് കാരണം എനിക്ക് എന്തുണ്ടായി, ഈ ഫാറ്റ് എല്ലാം ഡെപ്പോസിറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ സെൽസ് ഒക്കെ ഇൻസുലിൻ റെസിസ്റ്റന്റ് ആകും. അങ്ങനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്തു. പിന്നെ എൻ്റെ ജനറ്റിക്സിൽ ഇതുണ്ട്. കാരണം എൻ്റെ അമ്മയ്ക്ക് നേരിയ തോതിൽ ഒരു ചെറിയ ഗുളികയിൽ ഉണ്ട്. വല്യമ്മച്ചിമാർക്ക് 2 പേർക്കും
വല്യപ്പച്ചനും ഒരു വല്യമ്മച്ചിക്കും നല്ല ഡയബറ്റിസ് ഉണ്ടായിരുന്നു. അങ്ങനെ ജനറ്റിക്കലായിട്ട് എനിക്ക് ഡയബറ്റിസ് ഉള്ളതാണ്. പിന്നെ പക്ഷെ എൻ്റെ വീട്ടിൽ വേറെ ആർക്കും ഇതുപോലെയുള്ള ഡയബറ്റിസ് ടൈപ്പ് 2 ഈ കോസ് കൊണ്ട് വന്നിട്ടില്ല. ഏജ് പിന്നെ എനിക്കിത് വന്നപ്പോൾ വയസ്സ് 40 കഴിഞ്ഞ് 46 വയസ്സായപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് ഡയബറ്റിസ് വന്നത്. പിന്നെ ഹോർമോണൽ ഇംബാലൻസസ് കണ്ടീഷൻസ് സച്ച് ആസ് PCOS എന്ന് പറയുന്നത് ഡയബറ്റിസ് ഉണ്ടാക്കുന്ന ഡയബറ്റിസ് ഉണ്ടാകാനുള്ള ടെൻഡൻസി വളർത്തും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് PCOS ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്ക് ഈ ഡയബറ്റിസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് ഒരു ഒവേറിയൻ സിസ്റ്റ് ഓപ്പറേറ്റ് ചെയ്ത് എടുത്തു കളയേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പുവർ സ്ലീപ്പ്, പലപ്പോഴും പുവർ സ്ലീപ്പ് ആണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല, നമ്മുടെ സ്ലീപ്പിനെ കുറിച്ച് ശ്രദ്ധിക്കാറില്ല. വീട്ടിൽ വന്ന് 9:30 കഴിച്ചു കഴിഞ്ഞാൽ ക്ഷീണമാണ്, പിന്നെ കട്ടിലേക്ക് കയറി കിടക്കും, ഉറങ്ങത്തില്ലായിരിക്കും, ചിലപ്പോൾ ഉറങ്ങും ചിലപ്പോൾ ഉറങ്ങത്തില്ല, ചിലപ്പോൾ ബുക്കുകൾ വായിച്ചുകൊണ്ട് കിടക്കും, അങ്ങനെയൊക്കെ കിടന്ന് പിന്നെ രാവിലെ എണീറ്റ് തുടങ്ങും. ഉറക്കത്തിന്റെ ക്വാളിറ്റിയെ കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടേയില്ല. സ്ട്രെസ് വളരെയധികം ഉണ്ടായിരുന്നു. ജോലിയിൽ സ്ട്രെസ് ഉണ്ട്, വീട്ടിൽ സ്ട്രെസ് ഉണ്ട്, അങ്ങനെ പലതരം സ്ട്രെസ് ഉണ്ട്. പിന്നെ ഉള്ള ഒരു കോസ് സ്മോക്കിംഗ് ആൻഡ് എക്സസീവ് ആൽക്കഹോൾ കൺസംഷൻ എനിക്ക് ഇല്ലായിരുന്നു. അപ്പം നമ്മളെ ഇത് ഓരോന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ആളുകൾ, ഡയബറ്റിസ് റിവേഴ്സൽ പഠിപ്പിക്കുന്ന ആളുകൾ നമ്മൾക്ക് ആദ്യം നമ്മുടെ ഡയറ്റിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിക്കും. അതായത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെ കഴിക്കാം, ലഞ്ചിന് എന്തൊക്കെ കഴിക്കാം, ഡിന്നറിന് എന്തൊക്കെ കഴിക്കാം, ഇൻ ബിറ്റ്വീൻ എന്ത് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ്, പിന്നെ നമ്മളുടെ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഗ്രേസിങ് എന്ന് പറയും. കാണുന്നത് മേശപ്പുറത്ത് എപ്പോഴും, ഞങ്ങളുടെ മേശയിൽ ഇപ്പോഴും ഉണ്ട്, എപ്പോഴും എന്തെങ്കിലും എഡിബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കാണും. ഇതിലേ നടക്കുമ്പോഴും അതെടുത്ത് തിന്നു. അപ്പൊ ഈ സാധനങ്ങൾ, നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസ്, വാട്ട് വി ആർ ഈറ്റിംഗ്, ഇതൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഗ്രൂപ്പുകൾ നമ്മളെ പഠിപ്പിക്കും. അപ്പോൾ അതൊരു മിറക്കളൊന്നുമല്ല, നമ്മൾ തന്നെ ചെയ്യാവുന്നതാണ്. നമ്മൾക്ക് വായിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് ചെയ്യാം. അതിനായിട്ട് നമ്മുടെ ഡയറ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിന് നമ്മുടെ തിരുവനന്തപുരത്തെ ഡോക്ടർ ശ്രീജിത്ത് കുമാറിന്റെ വീഡിയോസ് ഉണ്ട്. ഫുഡ് പ്ലേറ്റ് കാണിച്ച് അദ്ദേഹം വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഫുഡ് പ്ലേറ്റിന്റെ ഹാഫ് ദ ഫുഡ് പ്ലേറ്റ് ഫുൾ ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് വിച്ച് ആർ നോട്ട് ഹൈ കാർബ് ഫ്രൂട്ട്സ് എന്നാണ് പറയുന്നത്. നമുക്ക് ഇച്ചിരിയൊക്കെ മാങ്ങയൊക്കെ തിന്നാം, കുറച്ച് മാങ്ങ തിന്നാം, കുറച്ച് പഴം തിന്നാം. പക്ഷെ ഇതൊക്കെ തിന്നുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ പിന്നെയും ചോറൊക്കെ ഉണ്ണുമ്പോഴത്തേക്കും നമുക്ക് ഷുഗർ കൂടും. അപ്പൊ അത് ഈ ഡയറ്റ് എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളത് ശ്രീജിത്ത് കുമാറിന്റെ വീഡിയോസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എത്ര പ്രാവശ്യം കഴിക്കാം, 3 മെയിൻ മീൽസ്, ഇൻ ബിറ്റ്വീൻ 1 സ്നാക്ക് ഓർ 2 സ്നാക്സ്, അതെങ്ങനെ കഴിക്കണം എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഷുഗർ കുറയ്ക്കാം. രണ്ടാമത് ഫിസിക്കൽ ഇനാക്ടിവിറ്റി മാറ്റണം, ഫിസിക്കലി ആക്റ്റീവ് ആകണം. ദിവസവും 1/2 മണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യണം, നടക്കണം. പിന്നെ ആഴ്ചയിൽ 3 പ്രാവശ്യം നമ്മൾ ഒന്നുകിൽ ടെറാബാൻഡോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ചെറിയ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസസ് ചെയ്യണം. ഞാനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്ന ഹാബിൾഡിന്റെ അവരുടെ യോഗ എന്ന് പറയുന്നതും അവർ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസസ് കൊണ്ടാണ് തുടങ്ങുന്നത്. നമ്മൾ ഒറ്റക്കാലിൽ നിൽക്കുക, കൈയൊക്കെ കുറെ നേരം പൊക്കി പിടിക്കുക, എഗൻസ്റ്റ് ഗ്രാവിറ്റി ഉള്ള ചെറിയ ബലപ്രയോഗത്തോടൊക്കെ, പിന്നെ സൂര്യ നമസ്കാരം ഒക്കെ ചെയ്ത് നമ്മളുടെ മസിൽ ടോൺ എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും. നമ്മൾ ജിം എക്സസൈസസ് ചെയ്താൽ അതിനേക്കാൾ റാപ്പിഡായിട്ട് മസിൽ ബിൽഡ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഈ എക്സസൈസസ് നമ്മളുടെ അതിൻ്റെ കൂടെ തന്നെ ജോയിന്റ് ഫ്ലെക്സിബിലിറ്റിയും ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. മറ്റേത് അതിന് ജോയിന്റ് ഫ്ലെക്സിബിലിറ്റി നമുക്ക് പേഴ്സണൽ ട്രെയിനറൊക്കെ ഉണ്ടെങ്കിലേ ഉണ്ടായിരിക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഫിസിക്കൽ ഇനാക്ടിവിറ്റി നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് എല്ലാ ദിവസവും 1/2 മണിക്കൂറെങ്കിലും വീട്ടിനകത്തെങ്കിലും നടക്കുക. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ മൂവ് അറൗണ്ട് ചെയ്യുക. അതാണ് എൻ്റെ ഏറ്റവും വലിയത്. ഞാൻ ലഞ്ച് കഴിച്ചിട്ട് പോയി കസേരയിലിരിക്കും, ഡിന്നർ വരുന്ന വഴിക്ക് ഒരു 7:30, 8:30 ആകുമ്പോഴത്തേക്ക് ബേക്കറി പാസ് ചെയ്യുക, അവിടുന്ന് വല്ലതും വാങ്ങിച്ച് കാറിലിരുന്ന് തിന്നും, വീട്ടിലെത്തിയിട്ട് ഫുഡ് ഉണ്ടാക്കി 9:30 കഴിക്കും, പിന്നെ നേരെ കട്ടിലേക്ക് പോകും. അപ്പോൾ ഫിസിക്കൽ ഇനാക്ടിവിറ്റി ഉണ്ട്, ഓരോ ഫുഡ് കഴിയുമ്പോഴും കയറിയിരിക്കുകയാണ്. അപ്പം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് 1/2 മണിക്കൂറോ മിനിമം 15 മിനിറ്റ് 1/2 മണിക്കൂറെങ്കിലും മൂവ് അറൗണ്ട് ചെയ്യണം. നമ്മൾ പാത്രം എടുത്ത് വെച്ചാൽ അതൊക്കെ ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും കൂടെ ചെയ്താൽ ഷുഗർ കൂടുന്നത് കുറയും. ഷുഗർ കൂടുന്നത് കുറയുമ്പോൾ നമ്മളുടെ ബോഡിക്ക് ഉണ്ടാകുന്ന ഹാം കുറയുകയും ചെയ്യും. പിന്നെ നമ്മുടെ ഡയറ്റ്, പൂർ ഡയറ്റ് പറയുമ്പോൾ ഞാൻ പറയാൻ പറഞ്ഞ വിട്ടുപോയ ഒരു കാര്യമാണ് ഫുഡ് ഓർഡറും. നമ്മളുടെ ഡയറ്റിനകത്ത് ഫൈബർ ഇൻക്ലൂഡ് ചെയ്യണം. അത് ഇദ്ദേഹം പറയുന്നത് രീതിയിലുള്ള ശ്രീജിത്ത് കുമാറിന്റെ വീഡിയോ കണ്ടറിയാം. നമ്മൾ ഫൈബറൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഫുഡ് ഓർഡർ കൂടെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഷുഗർ ഹൈക്ക് ചെയ്യുന്നത് കുറഞ്ഞിരിക്കും.
റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ചുള്ള ഫുഡ് എന്നൊക്കെയുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒബീസിറ്റി, എനിക്കിത് വന്നപ്പോൾ വണ്ണം കൂടി. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് 2018 ലോ കാർബിലേക്ക് പോയപ്പോൾ എൻ്റെ വെയിറ്റ് 52 ഇപ്പോഴും 51-52 നിൽക്കുന്നു. അപ്പോൾ നമ്മൾ വണ്ണം കുറയ്ക്കണം. ഫാറ്റാണ് നമ്മൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കാനുള്ള പ്രഥമ കാരണം. ഫാറ്റ് കുറയുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും. അതാണ് ഇവരൊക്കെ പറഞ്ഞ ഡയറ്റ് കൊണ്ട് ഉണ്ടാകുന്ന ഡയബറ്റിക് റിവേഴ്സൽ. നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും. പിന്നെ ജെനറ്റിക്സിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓൾറെഡി അതിനെ ആ ജീൻസ് എക്സ്പ്രസ് ചെയ്ത് നമുക്ക് ഡയബറ്റിസ് വന്നു കഴിഞ്ഞു. ഏജ് നമുക്ക് റിവേഴ്സ് ചെയ്യാനൊക്കത്തില്ല. പിന്നെ ഉള്ള ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കി എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ചെയ്യേണ്ടതാണ്. പിന്നെ പുവർ സ്ലീപ്പ്, അത് ഞാൻ ഈ ജോയിൻ ചെയ്ത സിർക്കേഡിയൻ വൃദ്ധംകാരുടെ പിന്നെ ഹാബിൾഡിന്റെ ബെറ്റർ സ്ലീപ്പ്, അവരുടെ ഹാബിറ്റ്സ് ബിൽഡിംഗ് എന്നാണല്ലോ, അതിൽ ഒരു ഹാബിറ്റാണ് ബെറ്റർ സ്ലീപ്പ്. രണ്ടാമത്തേതാണ് ബെറ്റർ ഹൈഡ്രേഷൻ, ധാരാളം വെള്ളം കുടിക്കുക. ഇത് ഡയബറ്റിസിന് ഇമ്പോർട്ടൻ്റ് ആണ്, ഹൈഡ്രേഷൻ. അപ്പൊ ഇത് ആണ് പൂർ സ്ലീപ്പ് എന്നുള്ളതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ കിടക്കുന്നതിന് 3 മണിക്കൂർ മുമ്പാണ് ഡിന്നർ കഴിക്കേണ്ടത്. ഡിന്നർ കഴിച്ച് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് കിടക്കുക. നമ്മൾക്ക് 6 to 7 hours സ്ലീപ്പ് കിട്ടുന്നു എന്ന് നമ്മൾ എൻഷുർ ചെയ്യുക. എന്തേലും കാരണവശാൽ സ്ലീപ്പ് കിട്ടിയില്ലെങ്കിൽ രാവിലെ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഒരു നാപ്പ് എടുക്കുക. അങ്ങനെ നമ്മുടെ സ്ലീപ്പ് ഡിപ്രിവേഷനും അതുമൂലം ഉണ്ടാകുന്ന പ്രയാസങ്ങളും ഇല്ലാതെയാകും. പിന്നെ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ പഠിക്കേണ്ടതാണ്. നമ്മൾ ജോലിയും വീടും കൂടെ ഒന്നിച്ച് കൊണ്ടു നടക്കുന്നവർക്ക് എല്ലാവർക്കും സ്ട്രെസ് ഉണ്ടാകും. ഇത് തീർത്തിട്ട് പോകണമല്ലോ, അത് ആയില്ലല്ലോ, കൊച്ചിൻ്റെ ലഞ്ച് പാക്ക് ചെയ്തില്ലല്ലോ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സ്ട്രെസ് ചെയ്യും. പക്ഷെ ഈ കാര്യങ്ങളെക്കുറിച്ച് സ്ട്രെസ് ചെയ്യാതെ ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് സ്ട്രെസ് മാനേജ്മെന്റ് ഉള്ള വല്ല കോഴ്സ് അറ്റൻഡ് ചെയ്യുകയോ, ഇതൊക്കെ എങ്ങനെ മൾട്ടി ടാസ്കിങ് ഒക്കെ വിത്ത് ഈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഈ സ്ട്രെസ് ഇസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. അപ്പം നമ്മൾ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനാണ് ആദ്യം പഠിക്കേണ്ടത്. ഈ യോഗ നമ്മളെ അതും പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. 10th ജൂൺ തൊട്ട് ഒരു ഫ്രീ 21 day യോഗ ഉണ്ട്. അതിൽ ജോയിൻ ചെയ്ത് നോക്കാൻ യാതൊരു ചെലവും ഇല്ല. നമ്മൾ ചുമ്മാതെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്താൽ മതി. ജോയിൻ ചെയ്താൽ എനിക്ക് എന്തോ ടീഷർട്ട് കിട്ടുമെന്നൊക്കെ പറയുന്നത് അതെനിക്ക് കിട്ടുകയില്ല. കാരണം 100 കണക്കിന് ആളുകളെ ജോയിൻ ചെയ്യിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പറഞ്ഞ 1-2 പേരെ ആകെ ജോയിൻ ചെയ്യുള്ളൂ. അതുകൊണ്ട് ടീഷർട്ട് ഉദ്ദേശിച്ചല്ല, എനിക്കത് ഉണ്ടായ ബെനിഫിറ്റ് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഇദ്ദേഹം പറയുന്ന യോഗ നമ്മൾ കൺവെൻഷണൽ യോഗ പോസസ് മാത്രമല്ല, അത് അവസാനമുണ്ട്. അപ്പം ഞാനും പലപ്പോഴും വിചാരിച്ചു ഇതൊരു ഫിറ്റ്നസ് പ്രോഗ്രാമാണ്. ഇതെങ്ങനെയാണ് യോഗ എന്ന് പറയുന്നത്? യോഗ എന്ന് പറയുന്നത് ഈ ചില പോസസും ചില ബ്രീതിങ്ങും ഒക്കെയാണ്. ഇതിനകത്ത് ബ്രീതിങ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ അദ്ദേഹം പറയുന്നത് യോഗ എന്ന് പറയുന്നത് ഒരു വൈഡ് സ്കോപ്പ് ഉള്ള ഒരു ഡെഫിനിഷനുള്ള ഒരു സംഭവമാണ്. യോഗ എന്ന് പറഞ്ഞാൽ യൂണിയൻ എന്നാണ് അർത്ഥം. യൂണിയൻ ഓഫ് ബോഡി ആൻഡ് മൈൻഡ്. അപ്പം നമ്മൾ ഈ ഓരോ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ബോഡിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മൈൻഡ് നമ്മുടെ ബോഡിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. നമ്മൾ അങ്ങനെ ചെയ്താലേ ചിലതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് ഫോർ എക്സാമ്പിൾ പറഞ്ഞതാണ്, കണ്ണിങ്ങനെ ആക്കി നാക്കിങ്ങോട്ടാക്കുക. അത് 2 പ്രാവശ്യം കഴിയുമ്പോൾ കണ്ണും നാക്കും ഒരു വശത്തോട്ട് പോകും. അപ്പം നമ്മൾ മൈൻഡും നമ്മുടെ ആക്ഷനും ഒന്നിച്ച് കൊണ്ടുവരിക. അതുകൊണ്ട് ബ്രെയിനിന്റെ മൊബിലിറ്റി, എന്താ പറയുന്ന, പ്ലാസ്റ്റിസിറ്റിയോ ഫ്ലെക്സിബിലിറ്റിയോ ഒക്കെ കൂട്ടും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും നമ്മൾക്ക് ചെയ്യാൻ മൈൻഡ് ആൻഡ് ബോഡീനെ യൂണിറ്റിയിൽ കൊണ്ടുവരാനും നമ്മൾ മൈൻഡിൽ ഇങ്ങനെ വറീസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ നമ്മളതിനെക്കുറിച്ച് കോൺഷ്യസ് ആയി ആ വറീനെ മാറ്റിവെക്കാനും ഒക്കെ ഈ യോഗ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന് വേറെ ടെക്നിക്സും ഉണ്ട്. നമുക്ക് പല സൈറ്റുകളിൽ പല ക്ലാസ്സസ് ഉണ്ട്. ഞാനത് കണ്ടുപിടിച്ച് വേണമെങ്കിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ട്രെസ് മാനേജ്മെന്റ് ക്ലാസ്സസ് എവിടെയാണ് ഉള്ളത് എന്ന് വെച്ച് അറിയിക്കാം. പിന്നെയുള്ള സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ കൺസംഷൻ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ് ആയിട്ട് നിർത്തേണ്ട കാര്യമാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ എനിക്ക് ഇന്ന് പറയാനുള്ളത്. ഈ ഇത്ര ആസ്പെക്ട്സ്, 10 ആസ്പെക്ട്സ് ഉണ്ട് ഞാൻ പറഞ്ഞത്. പൂർ ഡയറ്റ്, അതിനകത്ത് ഫൈബർ ഇല്ല, വെജിറ്റബിൾസ് ഇല്ല, ഫ്രൂട്ട്സ് ഇല്ല, ഇതൊക്കെയുള്ള പഴകിയ ഫുഡൊന്നും ആയിരിക്കരുത്, ഫാസ്റ്റ് ഫുഡ് ആയിരിക്കില്ല, ഫ്രഷ്ലി കുക്ക്ഡ് അല്ലെങ്കിലും വീട്ടിലെ ഭക്ഷണം കഴിയുന്നതും കഴിക്കുക. ഇപ്പൊ പൂർ ഡയറ്റ്, ഫിസിക്കൽ ഇനാക്ടിവിറ്റി, half an hour a day, and after meals at least 15 minutes of movement. Obesity കുറയ്ക്കുക, ഇൻസുലിൻ റെസിസ്റ്റൻസ് നാച്ചുറലി കുറയും, ജെനറ്റിക്സ് which is it's already been expressed. If it is not expressed by handling all these things,
by taking care of all these things, it will not be expressed. Age, we cannot reverse. Hormonal imbalance, that has to be taken care of by the doctor. Poor sleep, you have to take care. Go to bed early. See that you have a very conducive sleep environment. ഡാർക്ക്നെസ്സിൽ ഉറങ്ങുക, മൊബൈലൊക്കെ അടുത്ത് വെച്ച് നോക്കാതെ ഇരിക്കുക. ഞാനത് ചെയ്യും, പക്ഷെ എനിക്ക് നല്ല ഉറക്കം കിട്ടും. സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക. സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ കൺസംഷൻ കഴിയുന്നതും കുറയ്ക്കുക, ഒക്കുമെങ്കിൽ നിർത്തുക. ഇത്രയുമാണ് നമ്മൾ ഡയബറ്റീസ് കുറയ്ക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ. ഈ കാര്യങ്ങളാണ് നമ്മൾക്ക് എല്ലാവരും പല വിധത്തിൽ സെല്ല് ചെയ്യുന്നത്. അവരുടെ പ്രോഡക്ട്സ് ആയിട്ട് ഫൈബറും അങ്ങനെ ഇങ്ങനെയൊക്കെ അവരുടെ പ്രോഡക്ട്സ് ആയിട്ട് മൾട്ടി ഗ്രെയിൻ സാധനങ്ങളും. അതിലേക്ക് നിങ്ങൾ ലേബൽ റീഡ് ചെയ്താൽ മൾട്ടി ഗ്രെയിനകത്ത് ഗോതമ്പല്ലാത്ത സാധനം 5%, 10% കാണുള്ളൂ. മൾട്ടി മില്ലറ്റ്, ഇതിലെല്ലാം നമ്മൾ നോക്കിയാൽ അതൊന്നും അത്ര വലിയ സംഭവങ്ങളൊന്നും അല്ല. നമ്മളുടെ മനസ്സിനെ മാത്രമേ അത് ശാന്തമാക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ 10 പോയിന്റ് നിങ്ങൾ നോക്കുക. നിങ്ങൾ ഈ 10 പോയിന്റിന് 1 by 1 ടേക്ക് കെയർ ചെയ്യുക. ഫസ്റ്റ് പോയിന്റിന് ഡയറ്റിനെ ആദ്യം സെറ്ററേറ്റ് ചെയ്യുക, പിന്നെ മൂവ്മെന്റിനെ സെറ്ററേറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ കുറഞ്ഞു വരുന്നത് നിങ്ങൾ കാണും. ഇത് ചെയ്യുമ്പോൾ തന്നെ ഒബീസിറ്റി കുറയും, ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും, പിന്നെ സ്ലീപ്പും സ്ട്രെസ്സും ഹാൻഡിൽ ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഡയബറ്റിസ് കൺട്രോൾ ചെയ്യേണ്ടത്. ഇത് വെച്ച് നമുക്ക് നല്ലതുപോലെ കൺട്രോൾ ചെയ്യാം. ഇനീഷ്യൽ സ്റ്റേജിൽ ഡയബറ്റിസിലുള്ളവർക്ക് ഇതുകൊണ്ട് റിവേഴ്സ് ചെയ്ത് ഡയബറ്റിസ് ഇല്ലാത്ത റീഡിങ്സിലേക്ക് പോകാം. പക്ഷെ ശരീരത്തിൽ ആ ഡയബറ്റിസിന്റെ ഡേഞ്ചർ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് എന്ന് നമ്മൾ ഈ ചിട്ടകൾ തെറ്റിക്കുന്നു, അന്ന് നമ്മൾക്ക് ഡയബറ്റിസ് വീണ്ടും വരും. ഇതെല്ലാം നിങ്ങൾ മനസ്സിൽ വെക്കുക. നന്ദി, നമസ്കാരം.